അട്ടപ്പാടിയിൽ മധു എന്ന് പറയുന്ന ആദിവാസി യുവാവിനെ ഒരു സംഘം ആൾക്കൂട്ടം വളഞ്ഞ് കെട്ടിയിട്ട് തല്ലിക്കൊന്നപ്പോൾ ഏത് സുകുമാരൻ നായരാണ് ആ വിഷയത്തിൽ പ്രതികരിച്ചത്? ഒരു സുകുമാരൻ നായരെയും കണ്ടില്ലല്ലോ. ഇപ്പോൾ ഡിസംബർ 15 ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം മാതൻ എന്ന് പറയുന്ന ഒരു 50 വയസ്സുകാരൻ ആദിവാസിയെയാണല്ലോ രണ്ട് സംഘം കാർ യാത്രക്കാർ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് ഒരു കാറിൽ ഉണ്ടായിരുന്നവർ ഈ മാതന്റെ കൈ ഡോറിനിടയിൽ കുടുക്കി 1/2 കിലോമീറ്ററോളം റോഡിൽ വലിച്ചിഴച്ച് കൊണ്ടുപോയി. ഒരു നായരെയോ അല്ലെങ്കിൽ ഒരു നമ്പൂതിരിയെയോ അങ്ങനെ ചെയ്യില്ല. മാതൻ 50 വയസ്സുള്ള ഒരു ആദിവാസി ആയതുകൊണ്ടാണ് അവന് വേണ്ടി ചോദിക്കാനും പറയാനും ആരും ഉണ്ടാകില്ല എന്ന ധാർഷ്ട്യത്തിൻ്റെ മേലങ്കി പുറത്താണ് ഇത്തരം ക്രൂരതകളൊക്കെ കേരളത്തിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടേക്കും പോയില്ലല്ലോ ഒരു സുകുമാരൻ നായരും. അവിടെ ഒരു സാമൂഹിക പരിഷ്കർത്താവാണ് ജി സുകുമാരൻ നായരെങ്കിൽ, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ ഒരു സാമൂഹിക പരിഷ്കർത്താവാണെങ്കിൽ അവിടെ അവരെയൊക്കെ കാണുമായിരുന്നു. അത്തരം സാമൂഹിക പരിഷ്കർത്താക്കൾ ഉണ്ടായിരുന്ന നാടായിരുന്നു കേരളം. ഇന്നത് മാറി. ഇന്നിപ്പോൾ സമുദായ പരിഷ്കർത്താക്കൾ മാത്രമേ ഉള്ളൂ. മുഖ്യമന്ത്രിയാകണമെങ്കിൽ മന്ത്രിയാകണമെങ്കിൽ അവരുടെ തിണ്ണ നിരങ്ങിയിട്ട് വേണം കാര്യം നേടാൻ എന്ന് മനസ്സിൽ ആഗ്രഹിക്കുകയും അതിന് വിധേയരായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കളുടെ നാടായിട്ട് കേരളം അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വയനാടിനേക്കാൾ വലിയ ദുരന്തമായി കേരളം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.